രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ മുൻ സർക്കാരിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഒന്ന് വഖഫ്, രണ്ട് ഈ PM ശ്രീ. ഇത് രണ്ടിലും ധാരാളം നുണ ഇവർ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇങ്ങനെ നുണ പറയേണ്ട കാര്യമില്ല. ഇത് നടപ്പാക്കാനാണെങ്കിൽ ഇപ്പം നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞു, നമ്മൾ U-ടേൺ അടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, തെറ്റ് കണ്ടാൽ തിരുത്തുമെന്ന്. ഞങ്ങൾ ഇതൊക്കെ തെറ്റായിരുന്നു, ഞങ്ങളത് തിരുത്തിയെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തായാലും വളരെ വേഗത്തിൽ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ കാര്യത്തിലൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓർമ്മയുണ്ടല്ലോ, PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള വാർത്ത അപ്പോൾ തന്നെ വന്നു. അതിന് തൊട്ട് പിന്നാലെ വി ഡി സതീശനോട് ചോദ്യങ്ങളുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആദ്യ മറുപടിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പദ്ധതിയിൽ പിൻവാങ്ങാനാവാത്ത വണ്ണം ഒപ്പിട്ടിട്ടുണ്ട് LDF സർക്കാർ. മാത്രമല്ല അവരതിൻ്റെ പണവും വാങ്ങി. ആദ്യം 99 കോടി രൂപ, പിന്നെ 100 ചില്ലുവാൻ കോടി രൂപ സാങ്ഷനായും ഇരിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം പറഞ്ഞു. ഇത് ഇംഗ്ലീഷിൽ ഞാൻ നോക്കുമ്പോൾ, ഞാനിപ്പോൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യ ടുഡേ അന്ന് വലിയ ദീർഘ ചർച്ചയും നടത്തിയിട്ടുണ്ട് ഈ വിഷയം. ഇദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന ബൈറ്റും എടുത്തിട്ട് വലിയ ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് പണം വാങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. മുൻ സർക്കാർ ഒപ്പിട്ടു, പിൻവാങ്ങാനാവാത്ത വണ്ണം ഒപ്പിട്ടു പോയി. അതുകൊണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഹിന്ദുത്വ ഏർപ്പാടിനോട് സഹകരിക്കുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് എത്ര നമ്മൾ പറഞ്ഞാൽ നമ്മൾ പല ആവർത്തി ഈ വിഷയത്തെക്കുറിച്ച് ഇതിലെ ഈ എന്താണ് വ്യാജമായ ചില സംഗതികൾ വെച്ചാണ് ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീക്കെതിരെ കോൺഗ്രസ് മുദ്രാവാക്യം മുഴക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കും ഈ നിലപാടിൽ എന്ന്. കാരണം കോൺഗ്രസിനെ വിശ്വസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം 2022 PM ശ്രീ പദ്ധതി നടപ്പാകുന്നത്. PM ശ്രീ 2022 മുതൽ 2027 വരെയുള്ള ഒരു പദ്ധതി. 2022 ഇത് നടപ്പാക്കിയ വർഷം ഒപ്പിട്ടവരാണ് കോൺഗ്രസിൻ്റെ അന്നുണ്ടായിരുന്ന സർക്കാരുകൾ. ഏതൊക്കെ? അന്നുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ് സർക്കാർ 2022 ഇത് തീരുമാനിച്ച ഒപ്പം തന്നെ ഒപ്പിട്ടു. അതിനുശേഷം കർണാടക ഇത് തീരുമാനിച്ച ഉടനെ തന്നെ ഒപ്പിട്ടു 2022. 2023 തെലങ്കാന സർക്കാർ ഒപ്പിട്ടു. 2023 ഇവരുടെ ധീരനായ ഹിന്ദുത്വ വിരുദ്ധ പോരാളി ഭരിക്കുന്ന കർണാടക സർക്കാർ 2023 ഒപ്പിട്ടതാണ് ഈ PM ശ്രീയിൽ. ഇനി അതിനേക്കാൾ മുമ്പ് PM ശ്രീ ഇവർ കൊണ്ടുവന്നത് എന്തിനാണ്? അങ്ങനെയെങ്കിലും ചില സ്കൂളുകളിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന സംവിധാനമാണിത്, ഈ വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് അങ്ങനെയെങ്കിലും ചില സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് അവരിതിനെ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുമ്പോൾ എന്താ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ കോൺഗ്രസ് സർക്കാരുകൾ, രാജസ്ഥാൻ സർക്കാർ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചിരുന്നു. എല്ലാ കോൺഗ്രസ് സർക്കാരുകളും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് ജെബി മേത്തർ പാർലമെന്റിൽ പോയി ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയിൽ എന്താണ് ഉത്തരം? കേരളമില്ല, തമിഴ്നാടില്ല, ബംഗാളില്ല. അപ്പോൾ ബാക്കി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ? അപ്പോൾ ഇവർ ഈ പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ലായിരുന്നു. അവർക്കൊരു നരേറ്റീവ് സെറ്റ് ചെയ്യണമായിരുന്നു. എന്താണ് അത്? ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമിട്ട് തന്നെ സംഘി വിജയൻ ഭരിക്കുന്ന കേരളം എന്നുള്ള നരേറ്റീവിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്തു. അത് പ്രവർത്തിപ്പിച്ചു. അത് ഇവിടുത്തെ സാധാരണക്കാരായ വളരെയേറെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി അന്ന് LDF സർക്കാർ ചെയ്തത് നേരായ രീതിയിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം ആ CPI അടക്കമുള്ള ഘടകകക്ഷികളെ, രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ പോയിട്ടാണ് അവിടെ പോയി ഒപ്പിട്ടത് ഗതികേടായിരിക്കും. അതിപ്പോൾ ഈ ആത്യന്തികമായി വഖഫിലായാലും ഈ PM ശ്രീയിലായാലും ഈ ഗതികേടിലേക്ക് കൊണ്ടുവന്ന് ഈ സംസ്ഥാന സർക്കാരിനെ, അത് LDF ആയാലും UDF ആയാലും രണ്ട് സർക്കാരുകളെയും കൊണ്ടുവന്നിരുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം എന്താണ്, PM ശ്രീയുടെ പേര് പറഞ്ഞിട്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കാശടക്കം കൊടുക്കാതിരിക്കുക, ആ കാശ് പിടിച്ചു വയ്ക്കുക, അതായത് പ്രകടമായ നീതി നിഷേധം ഒരു സംശയവുമില്ലാതെ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇതൊരു യൂണിയൻ ആണെന്നുള്ള ചിന്തയെ ഈ കേന്ദ്ര സർക്കാരിനില്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല. പക്ഷേ അത് അന്ന് LDF സർക്കാർ പോയി ചെയ്യുമ്പോൾ അന്ന് വിശ്വാസത്തിലെടുക്കേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിലും വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇത് അനാവശ്യ വിവാദമായിരുന്നു, അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു കുഴപ്പമായിരുന്നു CPIയുമായിട്ടുള്ള തർക്കം, അത് വിശ്വാസത്തിലെടുത്ത് പോകേണ്ടതായിരുന്നു എന്ന്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പിണറായി വിജയനെയും വി ശിവൻകുട്ടിയെയും ഒക്കെ നമുക്ക് വിമർശിക്കാം എന്നുള്ള സാഹചര്യം നിലനിൽക്കെ തന്നെ ആ സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ പ്രചണ്ഡമായ പ്രചാരണം അഴിച്ചുവിട്ടില്ലേ. സംഘി വിജയൻ എന്നുള്ളത് ആ നറേറ്റീവ് കൊണ്ടുവന്നില്ലേ, അത് എറിഞ്ഞു പിടിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. അത് എറിഞ്ഞു പിടിപ്പിച്ചതിന് ശേഷം, അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയതിന് ശേഷം ഈ ലീഗ് കാണിക്കുന്നതുണ്ടല്ലോ ശുദ്ധ മര്യാദകേടാണ്. അവർ വോട്ട് ചെയ്ത ജനങ്ങളോട് ലീഗ് കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം എന്താ,
ഇപ്പോൾ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട LDFിൽ ഇതിൽ എതിർപ്പുയർത്തിയ പാർട്ടി എന്നുള്ളത് ആരാണ്? CPI. നമ്മൾ CPM-നായിട്ട് താരതമ്യം ചെയ്യേണ്ട, CPI-യെയും ലീഗിനെയും താരതമ്യം ചെയ്തു. രണ്ടാമത്തെ LDFിലെ പാർട്ടിയും UDF-ലെ രണ്ടാമത്തെ പാർട്ടിയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ CPI-യുടെ തട്ട് താണു തന്നെ ഇരിക്കും. ഈ നിലപാടിൻ്റെ കാര്യത്തിൽ ലീഗിന് ഒരു നിലപാടും ഇല്ലാത്ത പാർട്ടിയാണെന്ന് അത് തെളിയിച്ചിട്ടുണ്ട്. ഈ ഷംസുദ്ദീൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ VD സതീശൻ മാത്രമല്ല, ഷംസുദ്ദീൻ നടന്നു പറഞ്ഞു കാശ് മേടിച്ചിട്ടുണ്ട് നേരത്തെ. എന്താണെന്ന് വെച്ചാൽ ഒരു നുണ ഇങ്ങനെ പറയുകയാണ്. എന്തിനാണ്? ഈ പഴുതിലൂടെ ഇത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് വ്യാപകമായി നടന്നിട്ട് ഇത് പണ്ട് LDF സർക്കാർ 90 കോടി 99 കോടി മേടിച്ചതാണ്, അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇനി ഇതുവഴി മുന്നോട്ട് പോയേ പറ്റുമെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട അണികളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാം കുത്തിയിരുന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും എഴുതും ഓടാ ഡാഷേ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടും. അതായത് ഇവരെയെല്ലാം ഇങ്ങനെ വിശ്വസിപ്പിക്കുക, നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇത് തെറ്റല്ല. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു സമയത്ത് വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നേ ഞാനിപ്പോൾ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ. കാരണം ഇങ്ങനെ നുണ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഇത് പറഞ്ഞതുപോലെ ഈ തുടർച്ചയായി ഈ പറഞ്ഞ കാലയളവിൽ നടപ്പാക്കിയല്ലോ. 2022 മുതൽ ഇങ്ങോട്ട് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കി. ഇനി ഇതിന് അവശേഷിക്കുന്ന സമയം എത്രയാണ്? വെറും 7 മാസമാണ്. ഈ പദ്ധതി അവസാനിക്കാൻ 7-8 മാസം, 7 മാസമേ ഉള്ളൂ. 2027 ഈ പദ്ധതി ഏതാണ്ട് മാർച്ച് 31 അവസാനിക്കുക. 2027 മാർച്ച് 31 അവസാനിക്കാനിരിക്കുന്ന പദ്ധതിയാണ്. ഇതിൽ LDF സർക്കാർ എപ്പോഴാണ് ഒപ്പിട്ടത്? ഈ 2022 ഹിമാചൽ പ്രദേശ് സർക്കാർ, കോൺഗ്രസ് സർക്കാർ, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ 2022, 2023 തെലങ്കാന സർക്കാർ ഒപ്പിട്ടപ്പോൾ കേരളം ഒപ്പിട്ടത് സനീഷ് നേരത്തെ പറഞ്ഞില്ലേ 2025 ഒക്ടോബറിൽ മാത്രമാണ് ഒപ്പിട്ടത്. അതുവരെ കാത്തിരുന്നു എങ്ങനെയെങ്കിലും ഈ കാശ് തരുമോ എന്ന് വിചാരിച്ചിട്ട്. തന്നില്ല, ഒരു തരത്തിലും തരുന്നില്ല, ഞെക്കിപ്പിഴിയുകയാണ് സംസ്ഥാന സർക്കാരിനെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ പോയി ഒപ്പിട്ടിട്ടുണ്ടാവുക. അതിൽ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത്, ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് തെറ്റ്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവർ പോയി ഒപ്പിടുന്നത്. ഇപ്പോൾ അന്നെന്താണ്? അത് വേണ്ട, അത് അങ്ങനെയല്ല, കീഴടങ്ങുകയാണ്, കേന്ദ്ര സർക്കാരിന് കീഴടങ്ങുകയാണ്, BJPക്ക് കീഴടങ്ങുകയാണ്, അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് കീഴടങ്ങുകയാണ്, അവരുടെ വിദ്യാഭ്യാസ നയത്തിന് കീഴടങ്ങുകയാണ്. അത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ കൂടിയും ഇതാ നടപ്പാക്കാൻ പോകുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലേ. ഇനി 8 മാസമല്ലേ ഉള്ളൂ കടന്നു പോകാൻ. അതങ്ങ് ഒപ്പിടാതെ അത് മരവിച്ച് 8 മാസം കഴിഞ്ഞ് ഇതിനകത്ത് ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്തൊന്നും ഈ PM ശ്രീയിൽ നിന്നുള്ള ഫണ്ട് വേണ്ട. ബാക്കി എല്ലാം തമിഴ്നാട് പോയവരെ കേസിന് പോട്ടെ, അതല്ലേ വേണ്ടത്. ബാക്കി കാശ്, സമഗ്ര ശിക്ഷയുടെ കാശ് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ കേസ് കളിക്കും. ഇത് യൂണിയനാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോരാടുകയല്ലേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്? ചെയ്യില്ല. കോൺഗ്രസ് ചെയ്യാത്തതിന് എനിക്ക് വിഷമമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് അത് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്ത് ഒപ്പിടും, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയും ചെയ്യുമെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ടോ കേരളത്തിൽ പറഞ്ഞപ്പോൾ ഇല്ല, അവരിതിനോട് പോരാടുമെന്നാണ് ജനത കരുതിയത്. പക്ഷേ ലീഗ് കാണിക്കുന്നത് മര്യാദകേടാണ് എന്ന് മാത്രമേ തൽക്കാലം ഇപ്പോൾ പറയാനുള്ളൂ.